എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നു. കുറേ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാത്തത്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ എന്നിട്ട് ഒരാൾ കമൻ്റ് അയക്കുന്നു, കുറേ കമൻ്റ് ആക്കി ഷോർട്സ് വീഡിയോയിലേക്ക്. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ രാവിലെ തന്നെ മദ്രസിലേക്കെല്ലാം അയച്ചിട്ട് കിച്ചണിലേക്ക് വന്ന് നല്ല മൈൻ്റെ എല്ലാം ഇതുണ്ട് പുറത്ത് പോയി. ഞാൻ രാത്രിയിൽ ഇഡ്ഡലി കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചെറിയൊരു ഓർഡർ ഉണ്ട ദിവസമാണ്. മറ്റേ ബാർപ്പിൻ്റെ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ ബാർക്കുന്ന പണിക്കാർക്കുള്ള ചായ വേണം, ചോറ് വേണം ഉച്ചക്കത്തേന്. അപ്പോൾ രാവിലത്തേന് ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായി. അത് ജനലെല്ലാം ഒന്ന് തുറക്കണം, കർട്ടനെല്ലാം പൊക്കിയിട്ട് ജനൽ തുറന്നിട്ടാകുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ പുറത്തുനിന്നുള്ളൊരു കാറ്റെല്ലാം വരുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സുഖം കിട്ടുന്നല്ലോ. പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട്, രാത്രി നല്ല കാറ്റ് മഴയെല്ലാം തന്നെയാണ്. 2-3 ദിവസം എന്തായി കാറ്റ്, നല്ല കാറ്റ് മഴയെല്ലാം വരുന്നുതന്നെ ഇത്. അപ്പോൾ ഒരു രാത്രി കാറ്റടിച്ചിട്ടില്ല, ഒരു മരം അടുത്ത് അക്കേസിൻ്റെ മരം ഉള്ളത് മറിഞ്ഞിന്. അത് പേടിച്ചിട്ട് പിന്നെ മറ്റേ മരത്തിനെല്ലാം ഒന്ന് കൊത്തിച്ച്, അത് പാറൻ്റെ മുകളിലായിട്ടുള്ളത് അധികം അടുക്കെത്തിയിട്ടുണ്ടാവില്ല. വീടിൻ്റെ അടുത്തുള്ളതെല്ലാം പേടിയാണുണ്ടല്ലോ, അങ്ങനെ അതിനെല്ലാം ഒന്ന് കൊത്തിയിട്ട് ആ കൊത്തിയിൽ കാറ്റ് ഫുള്ള് ഉള്ളിലേക്ക് തന്നെ അടിക്കുന്നത്, നല്ല കാറ്റാണ്. അപ്പോൾ അതിന് വെയ്യം ഒന്ന് ഇഡ്ഡലി റെഡിയാക്കണം. ഇഡ്ഡലി വസ്തുത്തിൽ ഞാനൊന്ന് ഇഡ്ഡലി ഗ്യാസിൽ തന്നെ വെക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂളിലൊക്കെ എല്ലാം പോകാനുണ്ട്, ലേറ്റാവും. അടുപ്പിലെല്ലാം തീയാക്കാനെല്ലാം പോയെങ്കിൽ രാത്രിയിൽ തന്നെ ഞാൻ ഈ ഇഡ്ഡലീൻ്റെ തട്ടെല്ലാം കയറ്റി വെച്ചിട്ടാണ്. ചട്ടിക്ക് വെള്ളമെല്ലാം പാത്രത്തിൽ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് തട്ടെല്ലാം കയറ്റി വെച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം നിർത്തി തുടച്ചിട്ട് തോർത്തിയിട്ട് എണ്ണ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ടില്ലേ, ഇഡ്ഡലീൻ്റെ തട്ട് ഞാൻ ഫസ്റ്റ് മറ്റേ ചെമ്പിൽ വെച്ചിട്ട് കുറച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചൂടാക്കിയെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി ഇളയിട്ട് വരുന്ന ഒന്നൊരു അതിൽ അങ്ങനെ ഇഡ്ഡലി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നത്. ഇത് പിടിക്കാതില്ല എങ്കിലും അധികം ഉള്ളത് അപ്പടി ഒരു ആശ്വാസമാണ്. പിന്നെ ഇഡ്ഡലിക്ക് ഒരു കറി ഉണ്ടാക്കണം, അത് സാമ്പാർ തന്നെയല്ലേ ഇഡ്ഡലിക്ക് പറ്റിയത്, ഇഡ്ഡലിയും സാമ്പാറല്ലേ. അപ്പോൾ ഇതിലേക്കൊരു ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന സാമ്പാറിൻ്റെ ഒന്ന് റെഡിയാക്കാനായിട്ട് അതെല്ലാം കയറ്റുന്ന ക്ലീനാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. ഇത് മക്കൾക്ക് ഇപ്പോൾ 8:30 മണിയാകുമ്പോഴേക്കാണ് അവർക്ക് ബസ്. അപ്പോൾ 8:10 വരെ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് ചട്നി അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ സാമ്പാർ ആയിട്ടാകുമ്പോൾ കുറേ ലേറ്റാവും. 15 മണിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള കറികളാകുമ്പോഴേക്ക് കുറേ ലേറ്റാവില്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് ചട്നി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കും. ഇതൊന്ന് സാമ്പാറിൻ്റെ അടുപ്പിൽ വെച്ച് പിന്നെ ചട്നിക്കുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കണം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡറിൽ എടുക്കുന്നുണ്ട്. പണിക്കാർക്കുള്ള ചോറ് ഉണ്ടാക്കുന്നത്, കേക്ക് ഉണ്ടാക്കുന്നത്, എന്ത് നമുക്ക് ചെറിയ പണിയെല്ലാം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ പണിയെല്ലാം എടുക്കും. പിന്നെ നോമ്പിന് സമൂസ ഉണ്ടാക്കുന്നത്, സമൂസ, ഉള്ളി വെജ്, മറ്റേ പോക്കറ്റ് ഷവർമ, അങ്ങനത്തെ നോമ്പറക്കാനുള്ള അങ്ങനത്തെ എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കും. നമ്മുടെ ആവശ്യത്തിനുള്ള ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും പൈസ ഉണ്ടാക്കാം നമുക്ക്. അത്യാവശ്യത്തിന് കുറച്ച് സ്റ്റിച്ചെല്ലാം ഉണ്ടാക്കുക, സ്റ്റിച്ചെല്ലാം ആക്കുന്നത്, അടിക്കാനും പിന്നെ സ്റ്റിച്ചാകും, ചുരിദാർ, ബ്ലൗസ് ഇങ്ങനെയെല്ലാം അടിക്കലും ഉണ്ട്. അത് ഞാൻ മുളക് ഇതുപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി ഇതെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ കുറേ നാത്തിന് നല്ലൊരു സുഖമാണ്. നമുക്ക് മറ്റേ പൊടി യൂസാക്കുന്നതിനങ്ങാട്ടി നല്ല നമുക്ക് ഇത് പൊടി എത്ര നമുക്ക് ഒരു സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ അരച്ചിട്ട് വെച്ചെങ്കിൽ നല്ലൊരു സുഖമാണ്. ഒരു 10-15-20 നാക്കെല്ലാം വരുന്നതാണ് കുറച്ചധികം തന്നെ അരച്ച് വെച്ചെങ്കിൽ. ഇത് കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് എടുത്തുനിന്ന് മീൻ ഫ്രൈ ആക്കുന്ന സമയത്ത് പിന്നെ മീൻ മുളകാക്കുന്നെങ്കിലും എല്ലാം പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് റെഡി ആയിക്കോളാം. കുറേ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുന്നത് തന്നെ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, കാണാത്തതൊന്ന് കണ്ടു വയ്ക്കുക. അത് സാമ്പാറിൻ്റെ അടുപ്പിൽ വെച്ച് പിന്നെ ഇഡ്ഡലീൻ്റെ തട്ടെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇഡ്ഡലി വെച്ച് കൊടുക്കുന്നു. ഇഡ്ഡലി തട്ട് നല്ല വെള്ളമെല്ലാം തിളച്ച് നല്ല ചൂടായിട്ടുണ്ടോ, അതിന് ഇഡ്ഡലിയെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം.
ഇഡ്ലിക്ക് രാത്രി അരച്ചിട്ട് വെക്കുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര ഒരു പേടി, ഇത് പൊങ്ങിയില്ലേ എന്താവുന്നില്ലെന്നൊരു പേടി രാത്രിയിൽ. രാവിലെ എണിച്ചിട്ട് അതിങ്ങനെ പൊന്തിട്ട് കാണുമ്പോൾ നല്ലൊരാശ്വാസം, നല്ല മനസ്സിലേക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നു. ഒന്ന് നല്ലൊരു ഉഷാറുണ്ടെന്ന്. അത് ഏടെങ്കിലും പൊന്താത്തായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു അവസ്ഥയെ. പിന്നെ ഞമ്മക്കായിട്ട് തന്നെ വേണമെങ്കിൽ പ്ലങ്ക് കുറച്ചാക്കുന്നുണ്ടെങ്കിൽ നല്ല ഇഡ്ഡലി ആയിട്ട് വരുന്നുണ്ട്. അരങ്ങ് വരുന്നുണ്ടെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ കാര്യം പോക്ക് തന്നെയല്ലേ. അപ്പം ഇന്ന് നല്ല ഇഡ്ഡലി ആയിനാ, കുറച്ചധികം തന്നെ ഉണ്ടാക്കിന്, പേടിയോട് കൂടിയാണ് ഉണ്ടാക്കിയത്, എങ്കിലും നല്ല ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അടുപ്പിൽ വെച്ച് പിന്നെ ഞാൻ ഡ്രസ്സിന് വാഷിംഗ് മെഷീനിലിടാന്നിട്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും ഇവിടെ നടക്കുമല്ലോ. അപ്പോൾ കയ്യിലൽക്കാനുള്ളത് കുറച്ച് ഉണ്ടാകുന്നു, യൂണിഫോമും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കയ്യിലൽക്കാനുണ്ടാകുന്നു. അപ്പോൾ അത് ഞാൻ ഈ മെഷീനിലേക്ക് ഇട്ട അപ്പം തന്നെ കുറച്ചുള്ളതിനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇലക്കിൽ കൊണ്ടുപോയി പിന്നേക്ക് വെച്ചെങ്കിൽ പിന്നാട് വായിക്കാന്നുണ്ടാകും. അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ടായി പിന്നെ എടുക്കാനേ പറ്റില്ല, ഭയങ്കര മടിയാണെന്നുണ്ടോ. നല്ല മഴയെല്ലാം വന്ന് നല്ല തണുത്തൊരു കാലാവസ്ഥയാണ്. എന്നിട്ട് എനിക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കണം, പണിക്കാർക്കുമാണ് ചട്നി. ഇപ്പോൾ ഇത് ഒന്നിച്ചിട്ടാക്കുന്നില്ല, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുക. അതിൻ്റെ റെസിപ്പി ഇട്ടിന് മുമ്പ് കേട്ടിന്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് കുറച്ച് തേങ്ങ ചേരിച്ചതും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ ഇപ്പോൾ ഒന്നിട്ടെടുത്തിനത്, 2-3 ചെറിയ ഉള്ളി, ചെറിയൊരു സ്പൂണ് മറ്റേ ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ 1 സ്പൂണ് മറ്റേ ഉലുവാന്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പുളി, ചെറിയൊരു പുളിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പുളിയോട്ട് എടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു വെള്ളം പോലായിട്ട്, നല്ല കട്ടിക്കല്ല, കുറച്ച് വെള്ളം പോലായിട്ട് അരച്ചിട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിക്കെല്ലാം. കുറച്ച് വെള്ളമായിട്ട് എടുത്തെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിക്ക്. മറ്റേ പുളിച്ച ദോശ ഉണ്ടല്ലോ അതിന്, പിന്നെ ഗോതമ്പത്തിൻ്റെ ദോശ നല്ല അടിപൊളിയാണെന്നുണ്ടോ. ഗോതമ്പത്തിൻ്റെ ദോശക്ക് ഞാനത് ഒരു ദിവസം കറിയില്ലാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതൊന്ന് ടെസ്റ്റാക്കി നോക്കാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടോ. ഗോതമ്പത്തിന് നല്ല കാഞ്ഞിട്ടുള്ള ദോശ ആക്കണം, ഞാനൊക്കെ കാണിക്കാം. എനിക്ക് ഗോതമ്പത്തിന് ദോശ ആക്കിയിട്ടാ നല്ല അടിപൊളിയാകുന്നുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് അത് വെള്ളം പോലെ ആക്കിയിട്ട് ഇതിലേക്കിന് കടുപൊട്ടിക്കാനൊന്നുമില്ല, ഇതുപോലെ ഇങ്ങനെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പുളിയെല്ലാം ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചെറിയ ഉള്ളി എന്തായാലും ഇടണം, ചെറിയ ഉള്ളി. പിന്നെ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇട്ടണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. നല്ല പാത്രത്തിൽ നിന്ന് നല്ല വിട്ട് വരുന്നുണ്ട്, നല്ല അടിപൊളി ഇഡ്ഡലി ആയില്ല. പേടിയോടുകൂടിയാണ് ഇഡ്ഡലി ഉണ്ടാക്കി, എങ്കിലും നല്ല ഇഡ്ഡലി ആയി. അപ്പോൾ കാണുമ്പോൾ നല്ല മനസ്സിനൊരു സമാധാനം കിട്ടുക. അപ്പോൾ ഇപ്പോഴത്തെ ഇഡ്ഡലി ഞാൻ എടുത്തിട്ടായിട്ട് ഞാൻ അടുപ്പിലുണ്ടാക്കുന്നത്. ഇനി മക്കൾക്ക് സ്കൂളിലേക്ക് ലേറ്റ് ആവുന്നതിലാണ് പെട്ടെന്ന് ഞാൻ മറ്റേ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കിയത്. ഞാൻ അടുപ്പിലൊന്ന് തീ പിടിച്ചിട്ട് അടുപ്പിലുണ്ടാക്കണം. അടുപ്പിൽ തീ പിടിച്ചിട്ട് ഇഡ്ഡലിയും ഉണ്ടാക്കാം, ചോറ് മറ്റേ ബിരിയാണി ഉണ്ടാക്കുന്ന, ഉച്ചക്കത്തേന് ബിരിയാണി 15 ബിരിയാണി വേണം, ചിക്കൻ്റെ ബിരിയാണി. അപ്പോൾ ബിരിയാണി ഇതിൽ ഉണ്ടാക്കാമെന്നൊന്നിലാണ് തീ ആക്കിയത് അടുപ്പിലേക്ക്. ഇത്ര ഇഡ്ഡലി ആക്കിയിട്ടാകുമ്പോൾ പിന്നെ സമയമെല്ലാം കുറച്ച് ലേറ്റെല്ലാം നമുക്ക് കഴിഞ്ഞില്ല, പിന്നെ കുറേ തീ ഒളിപ്പിക്കാനും അതിനെല്ലാം നമുക്ക് ലേറ്റാവും. അങ്ങനെ ഞാൻ ഇത് ബിരിയാണി ഗ്യാസിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് പൊടിക്കാനും കുറച്ച് പണി, ഫസ്റ്റ് തീയൊന്ന് പിടിച്ച് കിട്ടാൻ പൊടിച്ചിട്ട് നല്ല കത്തിയെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ കഴിയും. അപ്പോൾ എൻ്റെത് ഒരേ അടുപ്പുള്ളതാണ്, ഒരടുപ്പും ഒരു മറ്റേ അതിൻ്റെ ഹോൾസ് ഉണ്ടാകുന്നില്ലേ അത് മാത്രമാണ് ഈ അടുപ്പിലുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വെച്ച് വെള്ളം ചൂടായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു മഴ വന്നിട്ട് ഇപ്പോൾ പോയി, നല്ല മഴ വന്നത് ഇങ്ങനെ നല്ലൊരു മഴ വന്നുകൊണ്ടും അത് മതിയായിക്കൊണ്ടും നല്ല മഴ വന്നുകൊണ്ടും ഇങ്ങനെയുള്ളൊരു സമയമാണിത്. ഇതൊരു 2 ആഴ്ചയായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. അതിന് ശേഷം എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതെല്ലാം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ആക്കാനൊന്നും കഴിഞ്ഞില്ല. ഉമ്മാക്ക് സുഖമില്ലാതെ കുറേ ദിവസമായി. ഉമ്മാക്ക് സുഖമില്ല, ഉമ്മക്ക് ഓക്സിജൻ വെച്ചിട്ടുള്ളത്, ഓക്സിജനില്ല നമ്മളുള്ളത്, പിന്നെ ശ്വാസം മുട്ടല്ല ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒന്ന് കൂടുതലായിട്ട് ഉള്ളത്, അങ്ങനെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ആക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ സാമ്പാറിനുള്ള സാധനമെല്ലാം ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വലിയ ജീരകവും പിന്നെ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ അതും
കുറച്ച് മല്ലിയും പിന്നെ കുറച്ച് ഉലുവാനും ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കണം. മല്ലി കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഈ ചൂടാക്കി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇട്ട് നല്ല ചോന്ന കളറാവത്തോളം എടുക്കണം. അപ്പോൾ എനിക്കിതില്ലേ ഞാൻ ഫസ്റ്റ് തേങ്ങ ചൂടാക്കിയിട്ട് എടുത്തിനെ, എന്നിട്ടാണ് ഈ സാധനം എല്ലാം ചൂടാക്കിയത്. അപ്പോൾ തേങ്ങ ഇത് നല്ല ചൂടാക്കിയിട്ട് എടുത്ത് നല്ല ചോന്ന കളറാവണം തേങ്ങ ചൂടാക്കണം. എന്നിട്ട് തേങ്ങ ഒന്നിച്ചിട്ടിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ തേങ്ങ എല്ലാം ചൂടാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല ടേസ്റ്റും ഉണ്ടാകും. നല്ല കറിക്കറി നല്ല കട്ടിയുള്ള കറിയുമായിട്ട് നമുക്കെല്ലാം കിട്ടുന്നു. നല്ല ടേസ്റ്റാണ്. കുറച്ച് സാമ്പാർ പൊടി ഇട്ടെങ്കിൽ കായ്പ്പൊടി അതൊന്നും ഞാൻ ചേർക്കില്ല. സാമ്പാർ പൊടി കുറച്ച് ചേർക്കും. ഈ തേങ്ങ വറുത്തത് മാത്രം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവും. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിലല്ല ഞാൻ പച്ച തേങ്ങ അരിച്ചിട്ട് ചേർക്കും. ഇതുപോലെ തന്നെ മറ്റേ സാധനമെല്ലാം ഇതേപോലെ ചേർക്കും. അതിൽ പരിപ്പ് മാത്രം ചേർക്കല. ഉലുവാനും ജീരകം അതെല്ലാം പച്ചക്ക് തന്നെ ചേർക്കല. അത് വറുക്കലൊന്നുമില്ല. അപ്പോൾ അതിനുണ്ട് ഞാൻ മറ്റേ പരിപ്പിടലില്ല. പരിപ്പിട്ടെങ്കിൽ പിന്നെ ഒരു പച്ച മണമല്ലേ വരുന്നത്. ഈ വറുക്കുന്നുണ്ടെങ്കിൽ മാത്രം ചൂടാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് പരിപ്പിടുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുളിയും ഒരു 5-6 ചെറിയ ഉള്ളിയും ഇട്ടിട്ട് പിന്നെ 2-3 വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ അരിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. അത് നല്ല ചുവന്ന കളറായതിനെ കൊണ്ട് തന്നെ നല്ല അരിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടാതെ അതൊന്ന് പൊടിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇറക്കുന്നു. നല്ല നല്ല ടേസ്റ്റാണ് ഉണ്ടാവും ഇങ്ങനെ അരിച്ചിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതൊന്ന് അരിച്ചിട്ടില്ലാണ്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് വന്നിട്ട് മോളെ ഒന്ന് കേൾക്കണം. അവർക്ക് 9 മണിയാകുമ്പോൾ ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ ഓളൊന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ഉറവിട്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയില്ലേ, നമ്മൾ പണിയെടുത്തോളാം. അപ്പോൾ മോളെ മാത്രം എനിക്ക് ഇങ്ങനെ ഒന്ന് ഓളെ കൂടിയിട്ടൊന്ന് റെഡിയാക്കിയിട്ട് വിടാനുള്ളത്. മോന് ഒന്നെ റെഡി ആയിക്കൊള്ളുന്നു. വലുത് 2 പെണ്ണ് നോക്കുക. അപ്പോൾ ഇഷ്ടത്തിന് എല്ലാം ഇതാക്കിയിട്ടും യൂണിഫോം ഇസ്തിരി ഇട്ടിട്ടും എല്ലാം തന്നെ റെഡി ആയിക്കൊള്ളുന്നു. ഓളെ മാത്രം എനിക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കാനുണ്ടാകുന്ന. അപ്പോൾ ഐലൈനർ ഇടുന്നത് ഭയങ്കര ഇഷ്ടം. അതായത് പെൻസിലുണ്ടല്ലോ സ്റ്റാറെല്ലാം ഉള്ള ഒരു സൈഡ് സ്റ്റാറും മറ്റേ സൈഡ് ഐലൈനറുമായിട്ടുള്ള അതൊന്ന് ഓൺലൈനിൽ ഞാൻ എടുത്തിന്. അത് കുറച്ചിങ്ങനെ ഇടും കണ്ണിൻ്റെ സൈഡിൽ കുറച്ച് മാത്രം, ഫുള്ളായിട്ട് ഇടല്ല. കുറച്ച് ഓളെ ഇഷ്ടത്തിന് ഓളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം ഐലൈനറും പൗഡറെല്ലാം ഇട്ടിട്ടൊന്ന് കണ്ണാടി നോക്കിയിട്ട് തന്നെ ഇടുന്നു. ഞാൻ സുന്ദരിയേനും അതായിട്ട് അത് പൗഡറും ഐലൈനറെല്ലാം ഇട്ടിട്ട് തലയെല്ലാം കെട്ടി ഡ്രസ്സെല്ലാം ഇട്ട് പിന്നെ ഒന്ന് കണ്ണാടി നോക്കണം. എന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് നോക്കതെല്ലാം ഒന്ന് ഇതാക്കുന്നത്, തല കെട്ടുന്നതും മറ്റേ പൗഡർ ഇടുന്നതും ഐലൈനർ ഇടുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവർക്ക് റിക്ഷ വന്ന് ഓറിപ്പോയി. അതിന് നമ്മളെ പണിക്ക് തുടങ്ങണം. അതിനാണ് പണി. കുറേ പണിയുണ്ടാവും. ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം, പിന്നെ ബിരിയാണിക്കുള്ളത് റെഡിയാക്കണം, എല്ലാ പണിയുണ്ട്. പാത്രമെല്ലാം കുറേ കవ్വാനെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറ്റെടുക്കണം. ഫസ്റ്റ് പാത്രം ഒന്ന് കയറ്റെടുത്തെങ്കിൽ നമുക്ക് അത്രയും പണി തീർന്ന പോലെ തോന്നുന്നു. കുറേ പണി തീർന്ന പോലത്തെ ഒരു ഇതിലാണ്. കുറച്ച് പാത്രമെല്ലാം കയറ്റെടുത്ത് സാമ്പാറിനെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അരിച്ചിട്ടുള്ള വേവിച്ചിട്ടുള്ള. അപ്പോൾ അതിന് എല്ലാം ഒന്നിച്ചിട്ട് തിളപ്പിക്കണം. പിന്നെ കടുപൊട്ടിക്കണം എല്ലാം ആക്കിയിട്ട് സാമ്പാറൊന്ന് റെഡിയാക്കണം. അവർക്ക് ചായ കൊടുക്കാനുള്ള സമയമായി. 11-11:30 മണിയാകുമ്പോൾ ചായ കൊടുക്കണം. അങ്ങനെ ഇത് തേങ്ങ അരച്ചതും കൂട്ടി എല്ലാം കൂട്ടിയിട്ട് ഒന്ന് തിളച്ച് പിന്നെ കുറച്ചൊന്ന് കടുപൊട്ടിച്ച് തേക്കണം. കടുവും കറിച്ചപ്പും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടൊന്ന് കനം പോരുന്നതാണത് കടുപൊട്ടിക്കുന്നതിന്. അപ്പോൾ സാമ്പാറെല്ലാം റെഡിയാക്കി ചായ എല്ലാം ആക്കിയിട്ട് അങ്ങനെ രാവിലത്തെ എല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ട് അതെല്ലാം കൊടുത്തിട്ട് അതിന് ഉച്ചക്കത്തെ ബിരിയാണിക്കുള്ളതെന്ന് റെഡിയാക്കും. ഫസ്റ്റ് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് എണ്ണ വെച്ചിട്ട് ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു. ഉള്ളി തക്കാളിയെല്ലാം ഞാൻ മറ്റേ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ കഴിയും. അതിനെ ഫ്രീ ആക്കിയിട്ട് അത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉള്ളി തക്കാളി ഇതുപോലൊന്ന് പച്ചമുളക് ഉള്ളി തക്കാളി ഇത്രയും കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ ഒരു 2-3 വിസിലടുപ്പിച്ചാൽ മതി. എന്നിട്ട് ചിക്കൻ ഫ്രൈ ആക്കി നമ്മൾ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിൽ തന്നെ ഈ ഉള്ളി ഇട്ടിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി.
ഈ ഉള്ളി ഇടുന്നതിന് മുന്നേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് എണ്ണയ്ക്ക് ഇടണം. എന്നിട്ട് ഉള്ളി ഇടണം. എന്നിട്ട് അതിലേക്ക് വേണ്ട മസാലപ്പൊടി എല്ലാം ചേർത്ത് പിന്നെ ഫ്രീ ആക്കിയിട്ട് വെച്ച ചിക്കനും ഇട്ടിട്ട് പിന്നെ ചോറും റെഡിയാക്കിയിട്ട് ദമ്മിടാം. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഉള്ളി മറ്റേ കുക്കറിൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം. എന്നിട്ട് മസാല ആ എണ്ണയിലേക്ക് ഉള്ളി തക്കാളിയെല്ലാം ഇട്ട് പിന്നെ മറ്റേ അടുപ്പിൽ ചോറും വെച്ചിട്ട് ദമ്മിട്ടം കഴിയും. പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയും. ഇന്നലെ ഉണ്ടാക്കി പായസം ഇന്ന് കുറച്ച് പായസം കുറച്ച് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ഇരുന്നിട്ട് ചോറെല്ലാം ദമ്മിട്ടിട്ടായി പിന്നെ കാലത്തുനിന്ന് പിന്നെ ഭയങ്കര തിരക്കിൽ പണിയെടുത്തല്ലേ. ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ചൊന്ന് റിലാക്സായി. ഇനിതാ ചോറെല്ലാം ഒന്ന് നമുക്ക് കണ്ടെയ്നറിലൊക്കെ ആക്കണം. ഇതുപോലത്തെ കണ്ടെയ്നറിലല്ലേ ഓരോന്ന് പീസും അതിന് ആവശ്യമുള്ള ചോറും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പീസ് ഒന്നിട്ട് കൊടുക്കുന്നത് ചോറ് ഫുള്ള് ബിരിയാണി കിട്ടുന്നത്. നമുക്കിപ്പോൾ ഹോട്ടലിലെല്ലാം ഫുള്ള് ബിരിയാണി കിട്ടുന്നില്ലേ അതുപോലെ തന്നെ ചോറിട്ട് കൊടുക്കും. പീസ് ഒന്ന് മറ്റേ അതിനനുസരിച്ചുള്ള പൈസ തന്നെ വാങ്ങുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എല്ലാവരും ഓരോന്ന് ഓർഡർ കിട്ടും. നമുക്ക് പണിക്കാർക്കുള്ള ചോറും കറി ഞാൻ സാമ്പാർ ചോറ് അങ്ങനെയെല്ലാം ഉണ്ടാക്കി. അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കുറേ ഷോർട്സ് ഉണ്ട്, കാണാത്തവരെല്ലാം കണ്ടു വയ്ക്കാം. ചോറിനെല്ലാം ഞാൻ മസാലയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ചോറ് മുകളിൽ മാറ്റിയിട്ട് പിന്നെ അടിയിലെ മസാല ഫസ്റ്റ് മസാല ഇട്ട് കൊടുക്കുന്നത് പാത്രത്തിലേക്ക്, അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കുന്നത്. ഓരോന്ന് പീസും കുറച്ച് കുറച്ച് മസാലയും ഫസ്റ്റ് എല്ലാം സെറ്റാക്കി പിന്നെ ചോറിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റെല്ലാം ഓർഡർ എടുക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചാണ് ഓർഡർ എടുക്കാൻ കഴിയുമോ, എങ്ങനെ ഓർഡർ എടുക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള എല്ലാ ചിന്ത ഉണ്ടായി. പിന്നെ ഇങ്ങനെ ഓരോന്നേ ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ആ ചിന്ത മാറി. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് എവിടേക്കും എത്താൻ പറ്റില്ല. അപ്പോൾ ആ ചിന്ത ഫസ്റ്റ് നമ്മളെടുത്തൊന്ന് മാറ്റണം. ഞാനും ഫസ്റ്റെല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായി. ഒരു പേടിയാണ് എൻ്റെ മനസ്സിലേക്ക്. ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുമോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അപ്പോൾ അത് മാറ്റി പിന്നെ നമുക്ക് ഈ ഒരു ഇത് ഉത്സാഹം കിട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ചെറിയ ചെറിയ ഓർഡറെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മാപ്പിളമാരെല്ലാം തരുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളതായിട്ടുള്ളൊരു പൈസ അങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് തുടങ്ങിയതെല്ലാം. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ചോറെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചാൽ ഇനി ഇത് മറ്റേ മുളത്തെ മൂടെല്ലാം വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാം. ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കച്ചമ്പറും കുറച്ച് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് വേറെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കണം. പിന്നെ സൈഡിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല, വേറൊരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് കൊടുക്കാൻ. അപ്പോൾ എല്ലാം സെറ്റാക്കിയ ഇത് കാണുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷമാണോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനൊന്ന് നമുക്ക് ഇത് വിചാരിക്കാത്ത കാര്യമാണ്. ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കൊടുക്കും എന്നിട്ടെല്ലാം. അൽഹംദുലില്ലാഹ് ഇപ്പം ഇങ്ങനെ ഒരു ഹോട്ടലിൽ ചെറുത് കിട്ടുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ ഒന്ന് ലൈക്ക് ആയിക്കോളി. അതുപോലെ ഒന്ന് ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കണം. പിന്നെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ അടുത്തവരെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.